എൻ്റെ ഭാര്യ പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നതിൽ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. കുഴപ്പമില്ല, അവളെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം. പുതിയ നമ്മുടെ ഈ ചാനലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ വിഷയത്തിലോട്ട് നമുക്ക് വരാം. നമ്മുടെ ഡ്രീം റൈഡർ കുട്ടൻ, എടാ ഇതിനേക്കാളും നീ പിച്ച എടുത്ത് ജീവിക്കും. ഞാൻ അന്തസ്സുണ്ടെന്ന് പറയും, സത്യം. പിച്ച എടുത്ത് ജീവിക്കുന്നവർക്ക് ഒരു അന്തസ്സുണ്ട്. അവരുടെ കഷ്ടതയും അവരെ കൊണ്ട് വേറെ ജോലികളോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെയാണ് ചിലർ പിച്ച എടുത്ത് ജീവിക്കുന്നത്. അതുപോലെ എടുത്ത് ജീവിക്കും, അന്തസ്സുണ്ടെന്ന് പറയും. ഇതിനേക്കാൾ ഇത്രയും എടാ ഉളുപ്പെന്ന് പറയുന്ന സാധനത്തിന്റെ അർത്ഥം അറിയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഉളുപ്പില്ലാത്തവൻ എന്തെങ്കിലും വിളിക്കാമായിരുന്നു. ഇതിപ്പോ ഞാൻ നിന്നെ എന്ത് വിളിക്കണമെന്ന് പറഞ്ഞാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാഴ് ജന്മങ്ങൾ ഓരോരുത്തന്മാർ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ് തുറന്ന് വെച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കാറ് തുപ്പാനാണ് എനിക്ക് തോന്നുന്നത്. തുപ്പി നമ്മുടെ നാഗച്ചേച്ചി പറയാൻ നിന്നൊക്കെ തുപ്പണം, എറിയണം. ആ സാധനമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയും ഓരോരുത്തന്മാരുണ്ടല്ലോടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യന്മാർ അതപ്പതിച്ച് കഴിഞ്ഞാൽ ഈ ലെവലിൽ അതപ്പതിക്കില്ല. ഒരു സമയത്ത് നിന്റെയൊക്കെ കയ്യിൽ നല്ല പൈസ വരുമല്ലോ. പൈസ നീ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മാസം 2 ലക്ഷം രൂപ വരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ആ പൈസ നീ സേവ് ചെയ്യാണ്ട് എന്ത് കീരവിത്താടാ എടുത്തത്? എന്നിട്ട് ഇപ്പൊ നാട്ടുകാരെടുത്ത് നിന്ന് ഇരക്കണാ നീ. നിനക്ക് ബോധമൊന്നും സാധനമുണ്ടാ? പുച്ഛം. അപ്പൊ ഡ്രീം റൈഡർ ഇപ്പൊ 2-3 ദിവസമായിട്ട് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം അപ്പനെയും അമ്മയും ഭാര്യയും അടക്കം ചെളി വാരി എറിഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു വ്യൂവർഷിപ്പും സബ്സ്ക്രൈബേഴ്സും ഒപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, എനിക്കുണ്ട്, ഞാനും മലയാളി തന്നെയല്ലോ. നമുക്ക് അടുത്തവന്റെ അപ്പുറത്ത് എന്താണ് പ്രശ്നമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ അപ്പുറത്തെ വീട്ടിൽ എത്തി നോക്കുന്ന പതിവുണ്ട്. അപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം നമ്മൾ എത്തി നോക്കുക. അത് ഞാനായാലും അങ്ങനെ തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് ബോധവും ഉളുപ്പും ഇതൊക്കെ വേണം മനുഷ്യനായ. അതൊന്നുമില്ലാണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും 10 വ്യൂവർഷിപ്പ് ഒപ്പിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നാറിയാലും സ്വന്തം അപ്പനെ അമ്മയും ഭാര്യ അടക്കം നാറ്റിച്ചാലും കുഴപ്പമില്ല, എനിക്ക് വ്യൂവർഷിപ്പും കണ്ടന്റും പൈസയും വേണമെന്ന് ചിന്തിക്കുന്ന നിന്നെ പോലെയുള്ളവന്മാരെ തുടച്ചു മാറ്റണം ഈ പറയുന്ന നമ്മുടെ കേരളത്തിലാണ്. നീയൊക്കെയാണ് ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ് എന്ത് പേക്കൂത്തുകളും കാണിച്ചു കൂട്ടി നശിപ്പിക്കുന്നത്. സത്യം പറയല്ല, എനിക്ക് ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ വെറുത്ത് വരുന്നത് ഇവന്മാരെ പോലെ ഉള്ളവന്മാരാണ്. മല്ലു ഫാമിലി 1, ഡ്രീം റൈഡർ ഇപ്പൊ ഇവർ 2 ടെസ്റ്റ് നമ്പർ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. 2 മരപ്പാഴുകളും കൂടിയാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിനെ തൊലച്ച് നാറാണത്താക്കിയത്. മാന്യമായിട്ട് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഇത് വീട്ടിലെ സങ്കടം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത സങ്കടം ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാരെ പറ്റിക്കും, പതിവായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അരിവേനങ്ങ് തുടങ്ങാല്ല അവന്റെ ഗുണമധികാരം. വീട്ടിൽ അമ്മയുമായിട്ടൊക്കെ പിണങ്ങി ആശാൻ പോയിട്ട് വേറെ എവിടെ ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അമ്മയെ മാത്രമായിരിക്കും കുറ്റം പറയണം, കുറെ കഴിഞ്ഞപ്പോ ഭാര്യയും കുറ്റം പറയണം. വളഞ്ഞിരുന്ന് മാറി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ല വ്യൂവർഷിപ്പാ. ഈ വ്യൂവർഷിപ്പ് എല്ലാം വെച്ചിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് സംഭവം വീഡിയോ മുക്കി. അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്തായിരുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞാൻ എല്ലാം ഇപ്പൊ പൊളിച്ച് അടുക്കി തരാം, നിങ്ങൾ കണ്ടു നോക്ക്. എന്നെ അച്ഛൻ ഓവറായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല, ഓവറായിട്ട് ഉപദ്രവിച്ചിട്ടില്ല. ഇറങ്ങിപ്പോവാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തിയും പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിപ്പോടാ 2 തെറി. അപ്പോൾ എന്നെ എപ്പോഴും സഹായിക്കുന്ന കൂട്ടുകാരാണ്. കാശ്മീർ പോയപ്പോഴും കൂട്ടുകാരാണ് സഹായിച്ചത്. ക്ലോസ് ആയിട്ടുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്. കൂട്ടുകാർ മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയൊന്നും വേണ്ടല്ലേ, കൂട്ടുകാർ മാത്രം മതിയല്ലേ? ഒരു കാലം കഴിയുമ്പോൾ നീ ഇത് തന്നെ പറയണം കേട്ടാ. ഈ വാക്ക് മാറ്റി പറയല്ലേ. എടാ സ്വന്തം അപ്പനമ്മയുള്ള അടുത്ത് ആരും കാണത്തില്ല, അത് മനസ്സിലായ? അതൊക്കെ നീയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള വിവരം ബോധം പൊക്കണമൊക്കെ വേണം. എവിടെ കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരുണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല. എനിക്ക് നല്ല ചങ്ക് കൂട്ടുകാരന്മാരുണ്ട്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അവർക്കും അവരുടേതായ ഫാമിലി കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് ആവുമ്പം എപ്പോഴും നമ്മളടുത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അന്ന് നിന്റെ അപ്പനും അമ്മയും തന്നെ നിനക്ക് കാണും. പിന്നെ സ്വന്തം അപ്പനെയും അമ്മയും കുറ്റം പറഞ്ഞ് ഫ്രണ്ട്സിനെ പൊക്കി പറഞ്ഞ് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്ന നിന്നെ പോലെ ഉള്ളവന്മാരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതി തള്ളിയ കേസ്. ഇങ്ങനെ വിവരമില്ലാത്തവന്മാര് നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലോ, ബോധമില്ലാത്തവന്മാര്. ഇവന്മാരൊക്കെ എങ്ങനെ ഇത്രയും സബ്സ്ക്രൈബർ വ്യൂവർഷിപ്പിൽ എത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്ത് വേറൊന്നുമല്ലേ, ഈ പറയുന്ന കുടുംബത്തിൽ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കാര്യം തന്നെ പുറത്ത് പറഞ്ഞിങ്ങനെ നാട്ടുകാർ മുമ്പിൽ നാറുന്നേലും ഭേദം. ഞാൻ കരയും. ഞാൻ കാശ് ഇതിൻ്റെ പേരിൽ എഴുതി തരാറ്. ഇത്രയും കാശ് മുടക്കി ഏകദേശം 1,20,000 ഫസ്റ്റ് വീട്ടിൽ വന്നത് 80,000 മുടക്കിയാണ് ഞാൻ ആ വീട് മെയിൻറ്റെയിൻ ചെയ്തത്. നിങ്ങളതൊക്കെ കണ്ടതാണ്. അവിടെ എൻ്റെ പൈസ ഇല്ലാത്ത ഒന്നുമില്ല. ഫ്രിഡ്ജ്, TV, മോട്ടർ,
കക്കൂസിൻ്റെ ഡോർ വരെ നമ്മളെ ഷെയറും എൻ്റെ ഇതാണ്. കബോർഡ് ഫുള്ള് ഞാൻ ചെയ്തതാണ്. കബോർഡ് ഫുള്ള് അളിയൻ ചെയ്തതാണെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് കറക്റ്റാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ വ്യക്തി അളിയന് കാശ് വാങ്ങിച്ചു കൊടുക്കും. അത് കുഴപ്പമില്ല, കാരണം അവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങിയപ്പോൾ സ്വഭാവങ്ങളെ മാറി തുടങ്ങി. പൈസ വരുമ്പോൾ സ്വഭാവങ്ങൾ മാറാൻ പാടില്ല. എടാ നാണം ഉണ്ടാടാ നിനക്ക്? വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിനക്ക് നാണം ഉണ്ടോ അത് വന്നിട്ട് ഇങ്ങനെ വിവരിക്കാൻ? അയ്യേ, വീണ്ടും വീണ്ടും പുച്ഛത്തിന്റെ എക്സ്ട്രീമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ നമ്മളെ മക്കൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മളൊന്ന് സ്റ്റാൻ ആയാലും നമ്മുടെ കയ്യിൽ കുറച്ച് ഏണിങ്സ് വരുമ്പോൾ നമ്മൾ വീട്ടിലത്തേക്ക് എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്ക് ആഹാരം മേടിച്ചു കൊടുക്കും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മേടിച്ചു കൊടുക്കും. വീട്ടിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, കറണ്ട് ബില്ലടയ്ക്കും, സാധനങ്ങളൊക്കെ മേടിക്കും. ഇതെല്ലാം കണക്കും കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാർക്ക് ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞ്. നിന്നെ എന്തിനാടാ അവർ ഇത്രയും കാലം പോറ്റിപ്പെറ്റ് വളർത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യേ, ഇങ്ങനെ ഒരു വാഴപ്പിണ്ടി മകനെയാണ് ഈ അപ്പനും അമ്മയ്ക്ക് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വീട്ടില് ഞാൻ അത് ചെയ്തു കൊടുത്തു ഇത് ചെയ്തു കൊടുത്തെന്നൊന്ന് കണക്ക് പറയണമെന്നിരുന്നു. എന്നിട്ട് ഇന്ന് AC റൂമിൽ പോയിരുന്നിട്ട് ഗായ്സ് എനിക്ക് പൈസ ഇല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണേന്ന്. ഉളുപ്പ്, അതിന്റെ അർത്ഥം അറിഞ്ഞൂടല്ലോ. അയ്യേ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മക്കളല്ലാതെ ആരടാ നിന്റെയൊക്കെ അപ്പനും അമ്മയെ നോക്കണത്? നിനക്കൊക്കെ എവിടെ നിന്നാ നീ? നമ്മുടെ ട്രിവാൻഡ്രത്തിന് അപമാനമായി പോയല്ലോടാ നീ. സത്യം. എൻ്റെ ഭാര്യ പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നതിൽ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. കുഴപ്പമില്ല, അവളെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ട്, കുഴപ്പമില്ല. എൻ്റെ പ്രായം പോലെ അവൾ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ പ്രായം കൂടുതലുള്ളതും പക്വതയുള്ളതും വരെയുള്ള ആൾക്കാർ അവരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അവസാനം പറഞ്ഞു ഭാര്യയും കുറ്റം പറഞ്ഞു. എടി നീ ഇത് കാണുക, എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എവനെപ്പോലെ ഒരുത്തൻ്റെ അവിടേക്ക് ഇറങ്ങി വന്ന് നിന്റെയൊക്കെ ലൈഫും കൂടി നീ തൊലച്ചല്ലോന്ന്. നിന്നെ അടക്കം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുന്ന ഇവനൊക്കെ എന്തിടെ ചെയ്യേണ്ട? എൻ്റെ കൊച്ചെ നീ തന്നെ പറ. നിനക്ക് കുഴപ്പമില്ലായിരിക്കും, വ്യൂവർഷിപ്പ്, റീച്ച്, പൈസ ആയിരിക്കും, ഇതെല്ലാതാണല്ലോ, മണി ഈസ് എവറിത്തിങ്. പക്ഷെ ഉണ്ടാക്കുന്ന പൈസയിൽ കുറച്ചൊരു മാന്യത വേണോടെ. ഇങ്ങനെ നാണം കെട്ടല്ല പൈസ ഉണ്ടാക്കേണ്ട. നീ വന്നിരുന്ന് ഭിക്ഷ എടുക്കുന്നുണ്ടല്ലോ, എൻ്റെ പൈസ ഇല്ലെന്ന്. എടാ നീ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കുടുംബ പ്രശ്നം പറഞ്ഞിട്ട് ഉണ്ടാക്കി വീഡിയോ തന്നെ നിനക്ക് എത്ര ഏണിങ്സ് ഇട്ട് കാണുമെന്ന് എനിക്കറിയാം. കാരണം ഞാനിവിടെ വീഡിയോ കൊണയടിക്കുന്നത് എനിക്കറിയാം. എന്നിട്ട് വന്ന് ഇഴക്കണം. നിങ്ങളോട് പറയാനുള്ളത്, എന്നെ പലരും സപ്പോർട്ട് ചെയ്യാം, നമ്മളെ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. സപ്പോർട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവരും കാശ് കാണില്ല. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കാശാണ്. ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബിൽ ഫ്രണ്ട്സിനോടോ ആരോട് ചേട്ടന്മാരോടോ അനിയന്മാരോടോ അമ്മമാരോടോ ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ കയ്യിലില്ലാത്ത കാശാണ്. അപ്പോൾ കാശ് എനിക്ക് കുറച്ച് അത് കാശ് ഞാൻ തിരിച്ച് തരാം. എനിക്ക് കടമായിട്ട് തന്നാൽ മതി. വെറുതെ എനിക്ക് താല്പര്യമില്ല. അത് കടമായിട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബിസിനസ് വളരുന്നതിൽ എപ്പോഴാണോ അവർക്ക് അനുവിൻ്റെ കാശ് വേണമെന്ന് പറയുന്ന സ്പോട്ടിൽ ഞാൻ കാശ് തരാം. അല്ലെ, കൊടുക്കണവരെ കൊണ്ട് ഓടിപ്പോ തിരിച്ച് പിന്നെ കോപ്പ് കിട്ടും. കോപ്പ് ഞാനുള്ള കാര്യം പറയാം. ഇവൻ ഈ മല്ലു ഫാമിലി ഇടയ്ക്ക് മറ്റേ വിഷുവിൻ്റെ അന്ന് QR കോഡ് ഇട്ടിട്ട് സ്കാൻ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി ഇവൻ പൈസ വിരിപ്പ് ഇതൊക്കെയാണ്. എടാ ഞാനൊരു കാര്യം ജെനുവിനായിട്ട് ആൾക്കാരുടെ അടുത്ത് പറയാം. ഇവന്റെയൊക്കെ വ്യൂവർഷിപ്പ് അല്ല, ഇവനെയൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അന്ധമായി. കാരണം ഇവന്മാരെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ആൾക്കാർ, അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ എന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ഇരക്കാൻ തുടങ്ങി അന്ന് അവരെ നിങ്ങൾ തീർക്കണം. പിന്നെ അവിടെ അങ്ങോട്ട് പോകരുത്. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, യുവന്മാർക്ക് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, നല്ല ഏണിങ്സും ഉണ്ട്. ഇത്രയും ഏണിങ്സ് ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നിട്ട് ഇവനൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇറക്കണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ ഇതിന്റെ ലോജിക്ക് എന്താണെന്ന്. കാരണം നല്ല ഏണിങ്സ് ഉണ്ട്, ഇവന്റെ വ്യൂവർഷിപ്പ് കണ്ടാൽ തന്നെ എനിക്കറിയാം. ഇങ്ങനെ ഉള്ളവന്മാര് ചിലപ്പോ അങ്ങും ഇങ്ങും തൊടാതെ കുറച്ച് പൈസയും വെച്ച് പോകുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് തെണ്ടണമെങ്കിൽ അവസ്ഥ ആലോചിച്ചു. ഇവന്മാരെ ഏണിങ്സ് നല്ല ഏണിങ്സ് ആണ്. പിന്നെ ഇവൻ തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു സമയത്ത് എൻ്റെ കയ്യിൽ അമ്മാനമാടുകയായിരുന്നു പൈസ അമ്മാനമാടി, ഞാൻ നോക്കാതെ ചിലവാക്കി ഇങ്ങനെയൊക്കെ നടന്നെന്ന്. ഇങ്ങനെയുള്ളവന്മാരെ നിങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത്? ജനങ്ങളുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവന്മാരെ വ്യൂവേഴ്സിൻ്റെ അടുത്ത്. എന്തിനാണ് ഇവന്മാരെ സഹായിക്കുന്നത്? എന്തർത്ഥത്തിലാണ് ഇവനെയൊക്കെ സഹായിക്കുന്നത്? 1 രൂപയുടെ പൈസ കൊടുക്കല്ലേ? അവൻ പൈസ ഇല്ല എന്ന് തോന്നുന്നു AC റൂമിലാണ് കയറി ഇരിക്കണത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന? ഇവനൊക്കെ ലക്ഷറി ലൈഫ് നടത്തണം, നാട്ടുകാരെ പറ്റിക്കണം, ഇമ്മാതിരി പരിപാടികളൊക്കെ ചെയ്ത് കുറെ സെറ്റപ്പ് ഉടായ്പകളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും ലക്ഷറി ലൈഫുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഇവന്റെയൊക്കെ ചിന്താഗതി. അത് ജനങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങ് ചുമ്മാ അടിക്കുകയാണ്, ഉണയടിച്ചുകൊണ്ട് നടക്കുകയാണ് അവൻ.
കയ്യിൽ പൈസ വന്ന സമയത്ത് അത് സേവ് ചെയ്യാതെ കൊണ്ടുവച്ചോ. എടാ ഇവനൊക്കെ ലക്ഷ്യം ഇങ്ങനെ അടിക്കും, എന്നിട്ട് പൈസക്ക് എന്തെങ്കിലും ഷോർട്ടേജ് വരുമ്പോൾ ഇതുപോലെ നാട്ടിലെടുത്തുണ്ട്. ഈ 2-4 ലക്ഷം വ്യൂവേഴ്സ് ആണ് അവനുണ്ടായത്. അല്ലാതെ എത്ര പേര് അയച്ചു കൊടുത്താണ് അവന്? ആലോചിക്കും, ഒരു 10 പേരെങ്കിലും അയച്ചു കൊടുത്താല്. അതാണ് പറഞ്ഞത്, വേണ്ട ഒരാളെങ്കിലും അവന് അയച്ചു കൊടുത്താല്. ഇവൻ നാട്ടുകാരെ പറ്റിച്ചല്ലേ ആ പൈസ ഉണ്ടാക്കുന്ന. അത് ചിന്തിക്കുക, ആൾക്കാർ ചിന്തിക്കാൻ പഠിക്കുക. യോമാരെ പോലെ ഉള്ളവന്മാർ ഒരിക്കലും സഹായിക്കില്ല. ഈ വന്ന് കരഞ്ഞ് കാണിച്ച് കുറെ എണ്ണം ഉണ്ട് ഇറങ്ങും. അവിടെ ആപത്തിൽ അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവനെ സഹായിക്കുന്നതിൽ ഒരു തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ കിട്ടിയ പൈസ മൊത്തം ദൂർത്തടിച്ച് തുലച്ച് നാറാണത്താക്കിയിട്ട് വന്നിരുന്ന് തെണ്ടുന്നവന്മാരെ 1 രൂപ കൊടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ, സത്യം. ഇതെല്ലാം കഴിഞ്ഞ് ഈ വീഡിയോ എല്ലാം ആശ മുക്കിയതിന് ശേഷം ആശ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് റീച്ചിനും പൈസയ്ക്കും ഈ പറയുന്നത് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് വെറും കരിവാരി തേക്കുകയായിരുന്നു ഇവന്റെ ഫാമിലി എന്ന് എനിക്കത് ഇന്ന് മനസ്സിലായി. നിങ്ങൾ കേട്ടോ? അപ്പം വീഡിയോസ് ക്രിയേറ്റ് ആക്കിയെന്ന് വെച്ചാൽ ആൾറെഡി അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു മതി. ഇനി അതിൽ വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അതിനടുത്ത് സേവ് ചെയ്തിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാകും. അല്ലാതെ തന്നെ സേവ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചു. എന്തോന്നടേ കല്യാണം വിളിച്ചാൽ 2-4 ലക്ഷം ആൾക്കാരെ അറിയിച്ചു വെച്ച് തൊലച്ച് കുടുംബത്തിന്റെ അച്ഛനെയും അമ്മയും ഭാര്യ അടക്കം കരിവാരി തേച്ചിട്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചെന്ന്. ഇനി ഞാൻ മുക്കുന്നു വീഡിയോ. വ്യൂസ് എല്ലാം കയറി, ഏണിങ്സ് എല്ലാം കിട്ടി, സബ്സ്ക്രൈബേഴ്സ് വന്നു, പുതിയ ആൾക്കാർ. ഇനി ഇതിന്റെ അപ്പുറം ഇനി എന്ത് വേണം? ഇത് തന്നെ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ എന്റെയൊക്കെ ഉടായ്പ പരിപാടികൾ. ബാക്കി അപ്പോൾ അതുകൊണ്ട് പഴയ വീഡിയോസ് ഒക്കെ കാണേണ്ട ഒരു കണ്ടു. എനിക്ക് 3-4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഒരു വീഡിയോ 4 ലക്ഷത്തിന് മുകളിൽ പോയി മതി. പിന്നെ ഈ ചാനൽ നമ്മുടെ പഴയ ചാനലല്ല, പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ പുതിയ നമ്മുടെ ചാനലാണ്. ഈ ചാനലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇവന്റെയൊക്കെ ഉദ്ദേശശുദ്ധി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രശ്നങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കി സ്വന്തം അപ്പനെയും അമ്മയും ഭാര്യ അടക്കം കരിവാരി തേച്ചുകൊണ്ട് ഒരു വ്യൂവർഷിപ്പും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു വീഡിയോ ഇട്ട് ന്യൂട്രൽ പിടിക്കുകയാണ്, ബാക്കിയെല്ലാം പ്രൈവറ്റ് ആക്കിയിട്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താഴെ കാണാൻ ബെല്ലേക്കൻ ടപ്പേന്ന് അടിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മൊത്തം പറ്റിച്ച് അവൻ കയറി. ഇതാണ് അവസ്ഥ. ബാക്കി മുന്നോട്ട് കൂടെ കാണും. നമ്മൾ കൂടെ ഇനി ഉള്ളവർക്ക് കൂടെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പഴയ സബിലോട്ട് എനിക്ക് എത്തിക്കണം. 3,40,000 സംതിങ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ അത് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അണ്ണന്റെ പഴയ സബിലോട്ട് അണ്ണൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഏതോ ചാനലുണ്ടാകാൻ അടിച്ചു പോയി ഗൈസ്, ആ സബിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണൻ ഈ പെടാപ്പാട് പെടുന്നത്. സ്വന്തം അച്ഛനെയും അമ്മയും ഭാര്യ അടക്കം കരിവാരി തേച്ചുകൊണ്ട് നാട്ടുകാരെ മുമ്പിൽ യാചിച്ച് പറ്റിച്ച് ഇമ്മാതിരി സാധനം ക്രിയേറ്റ് ചെയ്ത് വിട്ടത്. ഇപ്പോഴെങ്കിലും ഇവന്റെയൊക്കെ വീഡിയോ കാണുന്നവന്മാർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാക്കട്ടെ, ഇനിയെങ്കിലും മനസ്സിലാക്കി. എനിക്കിതിന് നിങ്ങളടുത്ത് കൂടുതലൊന്നും ഉപദേശിക്കാനില്ല. ഇനിയും ഇവന്മാരെ വലയിൽ പോയി വീഴുന്നവർക്ക് വീഴാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.